ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് സ്ഥലം? നമ്മളിന്നിപ്പോൾ ടർക്കി. ഒരു തീർത്ഥാടന യാത്രയ്ക്ക് വന്നേക്കാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇന്നുള്ളത് തുർക്കിയിലാണ് ഗൈസ്. തുർക്കി പഴയ പുരാതനമായ ഒരു എന്താടാ പറടാ പുരാതനമായ ഒരു സ്ഥലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഹോട്ടലില് ഇന്നലെ വ്ലോഗ് എടുക്കാൻ സമയം കിട്ടില്ല. ഇന്ന് മുത്തിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പൊ ഇന്ന് മുത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് അത് പ്രമാണിച്ചാണ് നമ്മൾ തുർക്കിയിലേക്ക് നമ്മൾ ഹോളിഡേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ ബർത്ത്ഡേ ചെറുതായിട്ട് ആഘോഷിച്ചു, ഇന്ന് മുത്ത് വലുതായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ നമ്മള് ഹോട്ടലിൽ ഇന്നലെ രാത്രി വന്ന് ചെക്ക് ഇൻ ചെയ്തു, അവിടെ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, റെഡിയായി നമ്മൾ തുർക്കി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ തുർക്കി വ്ളോഗാണ് ഇനി ഒരു 3-4 ദിവസം നമ്മൾ 4 ദിവസത്തേക്ക് ഇനി ഉണ്ടാവുന്നത്. അപ്പൊ തുർക്കിയിൽ ഉള്ള പല പല സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിട്ട് അവിടെ എന്താ മതിയല്ലേ. സോ അപ്പോ നമ്മള് തുർക്കിയിലുള്ള ഓരോരോ കാര്യങ്ങളും അങ്ങനെയുള്ള അതൊക്കെയാണ് നമ്മുടെ വ്ളോഗിലുള്ളത് ഗൈസ്. അപ്പൊ എല്ലാരും വ്ളോഗ് മൊത്തമായിട്ട് കാണുക. അപ്പൊ നമ്മള് റെഡിയായി, കോസ്റ്റ്യൂം ചെക്ക് കഴിഞ്ഞു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ റെഡിയായി ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് നമ്മൾ പോവാണ്. ആദ്യം നമ്മൾ പോകുന്ന സ്ഥലം ടക്കീം സ്ക്വയറിലേക്കാണ് നമ്മളവിടെ പോകുന്നത്. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തുർക്കിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് നമ്മൾ ടക്കീം സ്ക്വയറിലേക്ക് പോവുകയാണ്. ഒരു ഗുഹയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ കൂടെ മലപ്പുറത്ത് നിന്നെത്തിയ 2 യുവാക്കളുണ്ട്. യുവതിയും അവിടെ ഇതിന് ഇത്ര വെട്ടമുള്ളൂ അതോ? അപ്പൊ നമുക്ക് ഇനി ലിഫ്റ്റ് കയറണം. ആദ്യം ലിഫ്റ്റ് കയറിയിട്ട് വേണം നമുക്ക് ഇനി മേളിലേക്ക് പോകാൻ. എന്നിട്ട് വേണം നമുക്ക് ട്രെയിൻ പിടിക്കാൻ. എത്ര മിനിറ്റ് യാത്രയുണ്ട് ഇനി? 8 മിനിറ്റ് യാത്ര ചെയ്താലാണ് നമുക്ക് ടക്കീം സ്ക്വയറിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മെട്രോ എടുത്ത് പിന്നെ ഒരു വാക്ക് ഇട്ടാൽ മാത്രമേ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തുകയുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എൻ്റെ കിട്ടിയിരുന്ന ഒരു മൂഞ്ച കാർഡാണ് ഇവിടുത്തെ. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇതാണ് ഒറിജിനൽ ഇസ്താംബുൾ കാർഡ്. ഇതാണ് ശരിക്കുമുള്ള വലിയ കാർഡ്, ഇവിടുത്തെ ഏറ്റവും വലിയ. ഏത് എവിടെ വേണമെങ്കിലും പോവാം. ഇതാണ് എൻ്റെ ഉള്ള സിറ്റി കാർഡ്. ഇത് സിറ്റിയിൽ മാത്രമാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഇസ്താംബുൾ കാർഡിനെ പറ്റി പറയാനുള്ളത്? മനസ്സിലാവുള്ള ABCD ഇവിടെ ABCD എല്ലാവരും തുർക്കിഷ്. ഓ അയ്യോ, അപ്പൊ നമ്മൾ ട്രാഫിക് ഇവിടെ ഉണ്ടാക്കി. അപ്പൊ ഇത് ലണ്ടനിലേക്ക് ഉള്ള പോലത്തെ എസ്കലേറ്റർ ആണ് ഗൈസ്. ലണ്ടൻ ടിക്കഡിലി അല്ല മറ്റേ സെന്റ് പാൻക്രിയാസിന്റെ അവിടെ ഉള്ള പോലത്തെ ചെറിയ ഗൈസ്. ഇതപ്പോ നമ്മൾ മെട്രോയിൽ കയറാൻ പോവാണ് ഗൈസ്. അപ്പൊ ട്രെയിൻ വന്നു. ഇനിയിപ്പോ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ടക്കീം സ്ക്വയറിലേക്കുള്ള യാത്ര നമ്മൾ ഇരിക്കുകയാണ്. ഇവിടെ ഫുള്ള് തിരക്കാണ് ഗൈസ്. അപ്പൊ ഈ ട്രെയിനിലാണ് എല്ലാവരും കയറുന്നതാണ് പറയുന്നത്. അപ്പൊ ഞാനും ഈ ട്രെയിനിൽ തന്നെ കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ട്രെയിനിലാണ് എല്ലാവരും കയറുന്നത്. അപ്പൊ നമ്മളും ഈ ട്രെയിനിൽ തന്നെ കയറി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മെട്രോ കയറി. ഏതാ ഗൈസ്? അപ്പോൾ നമ്മൾ മെട്രോയിലാണോ നമ്മൾ വന്നത്? മെട്രോ വഴി വന്നു. അതായത് ഇതാണ് നമ്മൾ എത്തിയ സ്ഥലം ഗൈസ്. കണ്ടോ, ഇതാണ് ടക്കീം സ്ക്വയർ. എത്തിയിട്ടില്ല, ഇനി നടക്കാണ്ട്. എത്ര മിനിറ്റ് നടക്കാണ്ട്? 4 മിനിറ്റാ ഗൈസ്. വളരെ
എന്താ പറയാനും എന്തോ പറയാൻ ഉദ്ദേശിച്ചല്ലോ. വളരെ വളരെ മനോഹരമായ ഒരു ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് പള്ളി എവിടെ തിരിഞ്ഞാലും പള്ളി അങ്ങനെ പള്ളി ഞാൻ എന്റെ ജീവിതത്തില് ഇത്രയും ഭംഗിയുള്ള ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ മേത്ത് കയറാണ്ട് നടക്കുകയാണെങ്കിൽ ചീത്ത കേൾക്കില്ല. ആണോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ഭംഗിയുള്ള ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. പെണ്ണോ? പെണ്ണല്ല, പള്ളി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കവി. അപ്പൊ നമ്മൾ ടക്കിം സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആണോ? ആ, ഇതാണ് ടക്കിം സ്ക്വയർ. ഞാൻ മെട്രോ ഇതിനെ വട്ടം കിടക്കാൻ പറ്റുമോ? കറണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മളിവിടെ ഒരു പഴയ ഒരു ട്രാമാണ്. ഇതെന്താ ട്രാമാണോ? ഒരു ടണൽ, ടക്കിം ടണൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് നമ്മൾ കണ്ട സാധനം. ഇതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകും, ഈ ട്രാക്കിലൂടെ. എന്താണ് പറയാനുള്ളത് ഇതിനെ പറ്റി, ഈ പള്ളിനെ പറ്റി, ഈ പള്ളിനെ പറ്റി എന്നാ പറയാനുള്ളത്? അത് ഇഷ്ടമാണോ? അത് ഇവിടുത്തെ കഴിക്കണം പറഞ്ഞ റീൽസിലൊക്കെ അത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിക്കണം. ആണോ? അങ്ങനെയാണ് നമുക്ക് സാധനം ട്രൈ ചെയ്യാം അല്ലേ? എന്നാലും എന്റെ രമണ എന്താ ഇവിടെ ഫുള്ള് കമ്മ്യൂണിസ്റ്റുകാരാണല്ലേ? ഫുള്ള് ചുമതോടി. ഇവിടെ ബർഗർ കിങ് ഉണ്ട്. എന്താ നല്ല ഒരു ആണോ? അപ്പൊ ടർക്കിയിൽ ഫുള്ള് കമ്മ്യൂണിസ്റ്റുകാരാണ് ഗൈസ്. അപ്പോൾ ഇതുണ്ടോ മുസ്ലിംസ് കൺട്രി കമ്മ്യൂണിസ്റ്റുകാരോ? അതിനെന്താ ഇതേ കാണാൻ കണ്ടോ? ഇതാണ് ഇതിന്റെ സെൻട്രൽ. എന്ത് രസാല പള്ളിയാണ് മോനെ. അപ്പൊ എല്ലാവരും ഇതിന്റെ ഈ ട്രെയിനല്ലല്ലോ, ഇതിന്റെ പേരാണ് ട്രാം. ടക്സിം ടണൽ. പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ട്രാമാണ് ഗൈസ്. അപ്പൊ ഇതാണ് ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ആണോ? ഇപ്പോഴും ഉപയോഗിക്കണ്ടോ? അത് ഡ്രൈവറിന്റെ കേട്ടോ അല്ലേ? ഷോയ്ക്കോ? പിന്നെ അത് ഓടിക്കോ? ഓടിക്കൂ. ദിസ് നെയിം അജ്മാൽ. ഇതിന്റെ പേര് അജ്മൽ എന്നാണ് ബോയ്സ്. അജ്മ. അപ്പൊ നമ്മള് അജ്മലിന് കഴിക്കാൻ പോവാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യേ. ശരിക്കും പറഞ്ഞത് ബ്രെഡ് കേട്ടോ. സാധാ ബണ്ണ്. ഇത് അജ്മൽ. അപ്പൊ അതല്ലേ വാസാരി ഉസ്മാൻ ഡെമ്പേലാണോ? അപ്പൊ നമ്മള് ടക്കിം സ്ക്വയറിൽ വന്നിട്ട് ഒരു പള്ളി കണ്ടു, ഒരു ട്രെയിൻ കണ്ടു. ട്രെയിനല്ലോ, ട്രാം. അത് കണ്ടു. പിന്നെ ഇവിടെ നിന്ന് ഒരു ബണ്ണും മഞ്ചു കഴിച്ച് ഇച്ചിരി പാലനും കുടിച്ചിട്ട് മുന്നോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. കഴിച്ചോ? വിഷം നല്ല കഴിച്ചോ? സാധനം നല്ല പെണ്ണു. ഇത് ഇന്നുണ്ടാക്കി കൊണ്ടാന്നല്ലേ? എടി അത് മരമരാന്ന് കേക്കൂടി അങ്ങനെ പിടിച്ചോണ്ടിരുന്ന. ഇവിടുത്തെ പോലീസുകാരൊക്കെ വൻ ചില്ലാണ് കഴിച്ച്. ഒരു 3-4 പേര് വട്ടം കൂടി ചായ കുടിച്ച് ഒരു സിഗരറ്റൊക്കെ വലിച്ച് പോലീസുകാരൊക്കെ പോത്തോലാണെന്ന് ഉറങ്ങും വണ്ടിയിലൊക്കെ. കിട്ടുന്ന സ്ഥലം ഒരു പ്രശ്നമില്ല ആർക്കും. ഇവിടെ ആരും തമ്മിൽ തമ്മിലുള്ള ഒരു പ്രശ്നമില്ല, ഒരു അലമ്പൂല ഒന്നുമില്ല. എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ബണ്ണും പാലും കഴിച്ചു. കഴിക്കോ? അപ്പൊ നമുക്കിനി നമ്മുടെ യാത്ര ഇനി നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്. അപ്പൊ ആ വഴിയിലാണ് ട്രെയിൻ പോയ വഴി. എന്താ ഇങ്ങനെ ആവശ്യം? ചോളമാണോ? അത് ചൂടാത്ത ചോളല്ലേ? ഇവിടെ ചോളം, ബണ്ണ്, ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുള്ളാണ്. What is this, bro? Chestnut. Chestnut. Yeah, very nice. Yeah, very nice. Is it sweet corn? Sweet corn. Yeah, Sweet. 50. 50. Yeah. 50 na? One. Yeah. 1, 2. 1. It's a hot one. Salt. Salt and pepper. Salt. 52.
Tuz. Tuz. Yeah. Tuz. Salt. Oh, salt. Salt, Turkish tuz. Oh, puz. Oh, this one. Mısır. Mısır. Yeah. Hindi ya? Nay. No, no, no. Hindistani? No, no, no. Hindi ya? Yeah. Hindi ya snack? Cholam. Cholam. Çolam. Cholam. Çolam. Yeah. Turkish Mısır. Mısır. Yeah. Nice. അപ്പൊ നമ്മള് ഇത് അടയ്ക്കണ എങ്ങനെ? തുർക്കിയില് മുസ്ർ അത് കൊടുത്തോ. എന്നാണ് guys Mısır പറയുന്നത്. ya. മുസ്ർ. Mısır. ചോളം മുസ്ർ. Aynen. അപ്പൊ പൈസ കൊടുക്കുക, സാധനം വാങ്ങിക്കുക, കഴിക്കുക. ആ. 50. ഇത് കഴിച്ചു നോക്കിയാ നല്ലതാണ്. Thank you. Thank you. Bye. Say hi. This is my vlog. Hi. Thank you. Bye. Do you have YouTube? YouTube ya? Yeah. Subscribe. Yeah. Thank you. Thank you. Thank you. Bye. അപ്പൊ നമ്മള് Teşekkür ederim. Turkish. Thank you. Thank you. ആ. Teşekkür ederim. secure തരും. Evet. Thank you ya. Thank you. Thank you. Teşekkür ederim. Secure തരും. Aynen. Security. İstiklal Street. Nice. İstiklal Street ya. Tucking Square. 2 kilometre. ആ. Oh. Thank you bro. Thank you. Bye. Thank you. നല്ലതാണോ? അപ്പൊ നമ്മൾ നല്ലൊരു ഗുഡ് ടർക്കിഷ് മാൻ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് 3-4 വാക്കുകൾ ടർക്കിഷ് എടുക്കാം. അപ്പൊ നമ്മള് 3-4 ടർക്കിഷ് വാക്കുകൾ പഠിച്ചു, ചോളം കഴിച്ച്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ടർക്കിഷ് കബാബ്. क्या खाएगा जी जबरदस्त है बैठने का जगह भी है हाँ जी ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ടർക്കിഷ് हिंदी बात കബാബ്. करते हैं या एक क्या बात करते हैं थोड़ा थोड़ा हमको भी आती है ज्यादा नहीं है हिंदी. तुम्हारा नाम क्या है? मेरी नाम शफीकुल्ला तुम्हारा नाम क्या है महेश. महेश भाई या अच्छा है. जबरदस्त है जी जबरदस्त बीफ खाएगा चिकन या ബീഫ് കൂടി ചിക്കനുണ്ട്. which is good. चिकन है रम में बनाए पिता ब्रिज में बनाए ഇപ്പൊ ചോളം കഴിച്ചു. ഓർമ്മ മതി. रैपर है ടേസ്റ്റ് ചെയ്യാം, കൊള്ളില്ലെങ്കിലോ. 70 ഗൈസ് അപ്പൊ നമ്മള് ചോളം വാങ്ങിച്ചു. ഗൈസ് ചോളം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് ഡോണർ മീറ്റ്. ഡോണർ നല്ലത് ഷവർമ അല്ലേ, നല്ല പ്രോപ്പർ ടർക്കിഷ് ഷവർമയാണ് കഴിക്കാൻ പോകുന്നത്. ഗൈസ് ഈ കടയിൽ ആരും ഇല്ലല്ലോ. ഇതിന് വേറെ പ്രത്യേക ടേസ്റ്റ് ഒന്നും ആദ്യം കണ്ട ചോളം ഉപ്പിട്ട് തന്നെ. പക്ഷെ ടർക്കിയിലൊന്ന് കഴിക്കുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. भाई आलू पिकल टमाटर सब कुछ डाल दे അതെന്താ നീ മാറുന്നേ? आलू पिकल टमाटर सब कुछ डाल दे എങ്ങനെയുണ്ട് ചോളം? എങ്ങനെയുണ്ട്? ചോളം പൊളി. നൈസ് ബ്രോ. എന്ത് നീ എന്നെ ബ്രോ ചോദിക്കും? ബ്രോ അടുത്ത് സംസാരിക്കും. ബ്രോ ഡബിൾ വെയിറ്റ്. പുള്ളി കച്ചവടം പിടിച്ചു കൊടുക്കാം. പുള്ളി ഹിന്ദി സംസാരിക്കുന്നുണ്ട്. പുള്ളി ചോദിച്ചില്ല ഇവിടെ ഹിന്ദിക്കാരുണ്ടല്ലേ? അല്ല എവിടെ നിന്നാ? ഇവിടെ ചോദിച്ചില്ലേ ഹിന്ദി അറിയോന്ന് ചോദിച്ചില്ലേ? ആ ഇത്തിരി. ഇത് കറക്റ്റായിട്ട് പിടിക്കും. ഇത് ഞാൻ കഴിക്കട്ടെ. ഇങ്ങനെ വരാം, അങ്ങനെ വരാം. ഗൈസ് അപ്പോ നമ്മളെ ഷവർമ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മുടെ ഷവർമ ഇതുണ്ടോ, ഷവർമ പുള്ളി നീ അല്ലേ സ്വീറ്റ് കോൺ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ? അവിടെ എന്താ പറഞ്ഞേ? I think then a chicken wrap ചിക്കൻ പിന്നെ വേറെ എന്താ പറഞ്ഞേ? എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? chicken ഉണ്ടാവും wrap ഉണ്ടാവും പൊട്ടാറ്റോസ് ഉണ്ടാവും സാലഡൊക്കെ ഉണ്ടാവോ? ബീഫാണോ പറഞ്ഞത്? എന്താ അതിന്റെ വലിപ്പം, എന്താ അതിന്റെ വണ്ണം അല്ലേ? അതിന്റെ വണ്ണം നോക്കി. ബീഫും ഇത് ചിക്കൻ, ഇത് ബീഫ്. ഇതൊക്കെ ഒരു ദിവസം ഇതൊക്കെ How are you? Fine. ഇതൊക്കെ ഒരു ദിവസം. ഹായ് ബ്രോ, യു ആർ റൈറ്റ്, യു വാണ്ട് ടു സേ ഹായ്? Hi ഹായ് ഫ്രം ഇന്ത്യ ബ്രോ. from India അപ്പോൾ നമ്മള് ഷവർമ ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണ്. ആ പുള്ളി ഫിദനെ കണ്ടപ്പോ ഹൗ പറയതൊക്കെ ഹസ്ബൻഡ് ഉണ്ട്. അവനിപ്പോ ഒരു വരവ് ഗുഡ്. കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഷവർമ കഴിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങള് നമ്മൾക്ക് അവനിവിടെ ഒരു നോട്ട്. ഷവർമ എന്തായി? ഇതാണോ ഷവർമ കയ്യേറി. ഇത് ഫുള്ള് റാപ്പല്ലോ. आता मैं टिप्पा सारे കടിച്ചോക്ക്, ടേസ്റ്റ് ചെയ്യണം. നിന്റെ ഇത് പറയാം, റിവ്യൂ പറയാം. ഇനി
ഇത് നമ്മൾ കുറച്ചു നേരം റിവ്യൂ ആണോ? ഇതാണ് ഒതന്റിക് ടർക്കിഷ് ഷവർമ. കിട്ടോ നല്ലതാണോ? സൂപ്പർ. നല്ലതാണോ? ഒരു ആ 100 കൊടുക്കാൻ പറ്റില്ല, അത്രയില്ലല്ലോ. അത്രയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? അയ്യോടാ, ബിന്നുണ്ടോ ഇവിടെ? ബിന്നില്ലല്ലോ ഇവിടെ. ഇത് പിടിക്കോ? ബിന്നില്ല കഴിച്ചു. ഇത് സാധനം ഇവിടെ. അങ്ങനെ ഷവർമ നമ്മൾ വാങ്ങിച്ചു. ഷവർമ എനിക്ക് അത്ര വേറെ അടി അടിച്ചോട്ടെ, വേറെ അടി അടിച്ചോട്ടെ. സൈഡ് മാറി ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ വെച്ചതാണ്. ഇതാണ് ശരിക്കും ടർക്കിഷ് ഷവർമ. പക്ഷെ നമ്മൾ കഴിച്ചത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കൊള്ളാന്നല്ലോ. പോലീസുകാരെ കൂടെ ബസ്സിലെ യാത്രയാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം ഗൈസ്. നമ്മള് അങ്ങനെ ടക്കിംഗ് സ്ക്വയറിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ടക്കിംഗ് സ്ക്വയറിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിയാറായി. നമ്മള് എന്നാ ചെയ്തേ? ഐസ്ക്രീം കഴിച്ചു, ചോളം കഴിച്ചു, ഷവർമ കഴിച്ചു. പിന്നെ ഇതാണ് ടക്കിംഗ് സ്ക്വയറിലെ സ്ട്രീറ്റ്. ലണ്ടൻ റീജൻ സ്ട്രീറ്റിൽ കിടക്കണല്ലേ. പക്ഷെ മേളിലെ തോരൻ തൂക്കി വെക്കണേന്നുള്ളൂ. ഇത് ഒരു വാഴ ചെടിയൊക്കെ ഇതിലുണ്ട്, വാഴയും ചെടിയൊക്കെ ഇതിലുണ്ടോ. അപ്പൊ ടക്കിംഗ് സ്ക്വയർ അടിപൊളി സ്ഥലമാണ്. അപ്പൊ നിങ്ങള് ആരെയിലൊക്കെ ഇങ്ങനെ ടർക്കിയിലൊക്കെ വരുവാണെങ്കിൽ ടക്കിംഗ് സ്ക്വയർ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ്. കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ എന്താ പറയാ അങ്ങനത്തെ കുറെ ആ ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ അതല്ല പിന്നെ എന്താ പിന്നെ ഇതിനകത്തൊന്നുമില്ല. കബാബ് കിട്ടും, കുറെ സ്വീറ്റ്സിന്റെ കടകളുണ്ട്. അതെ, ഞാൻ മറ്റേ ഐസ്ക്രീമിൽ ഇങ്ങനെ ഇങ്ങനെ പറ്റിക്കണ സാധനം അതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ടക്കിംഗ് സ്ക്വയർ വ്ലോഗ് നമ്മള് ഇവിടെ അവസാനിപ്പിക്കണം ഗൈസ്. അപ്പൊ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ടർക്കിയിലുള്ള. അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മുടെ വീഡിയോ, ടർക്കിയിലെ ആദ്യത്തെ വ്ലോഗ്. അപ്പൊ നമ്മുടെ ടർക്കിയിലെ ടക്കിംഗ് ടണൽ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ വന്ന എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ. ട്രെയിൻ പോണു. ബൈ.